എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. സാധാരണ ഞാൻ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ വന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം എനിക്ക് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയോട് പേഴ്സണലി വൈരാഗ്യമൊന്നുമില്ല. ദിലീപിൻ്റെ സിനിമകൾ എനിക്ക് ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാം ദിവസം പോയി കണ്ടത്. നല്ല ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായിരുന്നു സിനിമ. ഡയറക്ഷൻ മോശം, സ്ക്രിപ്റ്റിലൊരു ലോജിക്കില്ല, പിന്നെ തുടങ്ങുമ്പോൾ മുതൽ വെറുതെ അലർച്ച, അനാവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പേഴ്സണലി എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല നിങ്ങളുടെ ടേസ്റ്റ്. ആരോട് കാണണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. നമ്മൾ നല്ലതും ചീത്ത നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ചീത്ത എന്ന് പറയണില്ല, പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് മോശം എന്ന് തോന്നി. അപ്പോൾ നമ്മളത് കണ്ടാൽ മാത്രമേ നമുക്കത് മോശമാണോ നല്ലതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. കഥയിലൊരു ലോജിക്കില്ല എന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. പറയത്തക്കതായിട്ട് ഉള്ള ഒന്നും, എക്സ്പെക്റ്റ് ചെയ്ത് പോയതൊന്നും സിനിമയിൽ ഉണ്ടായില്ല. അത്രയും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. സാധാരണ ഞാൻ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ വന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം എനിക്ക് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയോട് പേഴ്സണലി വൈരാഗ്യമൊന്നുമില്ല. ദിലീപിൻ്റെ സിനിമകൾ എനിക്ക് ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാം ദിവസം പോയി കണ്ടത്. നല്ല ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായിരുന്നു സിനിമ. ഡയറക്ഷൻ മോശം, സ്ക്രിപ്റ്റിലൊരു ലോജിക്കില്ല, പിന്നെ തുടങ്ങുമ്പോൾ മുതൽ വെറുതെ അലർച്ച, അനാവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പേഴ്സണലി എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല നിങ്ങളുടെ ടേസ്റ്റ്. ആരോട് കാണണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. നമ്മൾ നല്ലതും ചീത്ത നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ചീത്ത എന്ന് പറയണില്ല, പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് മോശം എന്ന് തോന്നി. അപ്പോൾ നമ്മളത് കണ്ടാൽ മാത്രമേ നമുക്കത് മോശമാണോ നല്ലതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. കഥയിലൊരു ലോജിക്കില്ല എന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. പറയത്തക്കതായിട്ട് ഉള്ള ഒന്നും, എക്സ്പെക്റ്റ് ചെയ്ത് പോയതൊന്നും സിനിമയിൽ ഉണ്ടായില്ല. അത്രയും. നന്ദി.